ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ 10th സ്റ്റേറ്റിലെ ആനുവൽ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് മാത്സിൽ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിലെ കുറച്ച് ഫിഗേഴ്സിനെ കുറിച്ചും അതിന്റെ ഫോർമുലാസിനെ കുറിച്ചും എല്ലാം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫെമിലിയർ ആകാം. എന്നിട്ട് നമുക്ക് അതിന്റെ പ്രോബ്ലംസിലേക്ക് കടക്കാം. അപ്പോൾ സോളിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഏതൊക്കെ ഫിഗേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ പഠിക്കണം? ഫസ്റ്റ് വൺ പറയുന്നത് സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഫിഗർ വരുന്നത്? ഇതാണ് ഒരു സ്ക്വയർ പിരമിഡിന്റെ ഫിഗർ വരുന്നത്. അതായത് അതിന്റെ താഴ്ഭാഗം ബേസ് ഒരു സ്ക്വയർ ആയിരിക്കും. അതുകൂടാതെ അതിന്റെ ലാറ്ററൽ ആയിട്ടുള്ള ഫേസുകൾ, ലാറ്ററൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേസിന് മേളിലുള്ള ഫേസുകളാണ്. ആ ഫേസുകളെല്ലാം ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിളേ അതിൽ വരുള്ളൂ. ഒന്നില്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾസ് മാത്രമേ ലാറ്ററൽ ഫേസസ് ആയിട്ട് വരികയുള്ളൂ. അങ്ങനെ 4 ലാറ്ററൽ ഫേസസ് ഉണ്ട് സ്ക്വയർ പിരമിഡിന്. അപ്പോൾ ഇങ്ങനെ ലാറ്ററൽ ഫേസസ്, 4 ലാറ്ററൽ ഫേസസും അടിയിൽ ഒരു സ്ക്വയർ ബേസും വരുന്ന ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു സോളിഡിനെയാണ് നമ്മൾ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയറിന്റെ ഏരിയ തന്നെയാണ്. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തൊരു സ്ക്വയറിന്റെ ഏരിയ. സ്ക്വയറിന്റെ ഏരിയ എന്താണ്? സ്ക്വയറിന്റെ ഏരിയ എന്താണ്? ഇപ്പോ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എ ആണ് അല്ലെ. ഇതിന്റെ ബേസ് എന്താ വന്നേക്കുന്നത്? എ ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ ഇൻറ്റു എ അല്ലെ, സൈഡ് ഇൻറ്റു സൈഡ് വിച്ച് ഈസ് എ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാറ്ററൽ സർഫസിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ലാറ്ററൽ സർഫസിന്റെ ഏരിയ, ലാറ്ററൽ സർഫസിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവിടെ ഒരു ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. ലാറ്ററൽ സർഫസിൽ 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ബി എച്ച് ആണ് അല്ലെ. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. സോ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. ഹാഫ്, ഇതാണ് ബേസ്, ഇതാണ് നമ്മുടെ ഹൈറ്റ്. അപ്പോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ട്രയാങ്കിൾസ് 4ഉം നേരെയല്ല ഇരിക്കുന്നത്, പകരം അതിങ്ങനെ എന്ത് ചെയ്യും, ചെരിഞ്ഞ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതാണ് ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെയാണ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്. അപ്പോ ആ ചെരിഞ്ഞിരിക്കുന്ന ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആയി മാറും. ആ ഹൈറ്റ് എന്തായി മാറും? സ്ലാൻഡ് ഹൈറ്റ് ആയി മാറും. ആൻഡ് താഴെയുള്ള ബേസ് എന്തായിരുന്നു? നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്ത? എ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ബേസിനെ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഈ ഇക്വേഷനിൽ 1/2 ഇൻറ്റു ബേസിന് പകരം എന്ത് വരും? എ വരും. എച്ച് എന്ന് പറയുന്ന സ്ലാൻഡ് ഹൈറ്റ് എന്താവും? എൽ ആകും. അപ്പൊ 1/2 എ എൽ എന്നായി. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് അവിടെ? 4 ട്രയാങ്കിൾസ് ഉണ്ട്. സോ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 ഇൻറ്റു ആ ട്രയാങ്കിളുടെ ഏരിയ. ട്രയാങ്കിളുടെ ഏരിയ 1/2 AL. അപ്പോ 2ന്റെ ടേബിളിൽ 4 2 ടൈംസ് കട്ടായാൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്താവും? 2AL ആകും. അങ്ങനെയാണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ത് വരുന്നത്? 2AL എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോ ടോട്ടൽ സർഫസ് ഏരിയ എന്താവും? സോ ബേസ് ഏരിയ നമുക്ക് എ സ്ക്വയർ കിട്ടി, ലാറ്ററൽ സർഫസ് ഏരിയ എന്ത് കിട്ടി? 2AL എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കും? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള 4 ട്രയാങ്കിളിന്റെ ഏരിയ, താഴെയുള്ള ബേസിന്റെ ഏരിയ എ സ്ക്വയർ. അങ്ങനെ 5 ഫേസസ് ആണ് അതിനുള്ളത്. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുന്നതിനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി കൂട്ടുമ്പോൾ എന്താകും? ടോട്ടൽ സർഫസ് ഏരിയ ആകും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2AL എന്ന് പറയുന്ന ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് ലഭിക്കും. ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ് പഠിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, വോളിയം.
വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു പിരമിഡിന്റെ ഉള്ളിലുള്ള കപ്പാസിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? വോളിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? വോളിയം നിങ്ങൾ ഇങ്ങനൊരു ചെറിയൊരു ഫോർമുല പഠിച്ചു വെച്ചോ. ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും എപ്പോഴും എന്ത്? വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് തന്നെ മേളിലേക്ക് പോകും തോറും ആ സ്ക്വയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ചെറുതായി വരുന്നോണ്ടിരിക്കണം അല്ലെ? ഇങ്ങനെ ഊനം പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 1/3 കൂടി ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ഇതിന്റെ ഏരിയ, താഴെയുള്ള സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? സ്ക്വയറിന്റെ ഏരിയ നിങ്ങൾ നേരത്തെ പറഞ്ഞു A². അപ്പോ 1/3 A², ഹൈറ്റ് എന്തായിരിക്കും? h. അങ്ങനെയാണ് വോളിയത്തിന് ഇക്വേഷൻ 1/3 A²h. ഇതാണ് സ്ക്വയർ പിരമിഡിന്റെ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാന ഇക്വേഷൻസുകൾ. പിന്നെ അതുകൂടാതെ ഈ ലാറ്ററൽ സർഫസ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ സ്ലാൻഡ് ഹൈറ്റ്, പിന്നെ അതുകൂടാതെ ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ്, അതൊക്കെ ബന്ധപ്പെടുത്തി ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. അതിന് ഈ ട്രയാങ്കിളിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മേളിലുള്ള ട്രയാങ്കിളുകളെ കുറിച്ച് നിങ്ങൾ കുറച്ചും കൂടി ധാരണ വരുത്തേണ്ടതുണ്ട്. ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ അപ്പെക്സ് എന്ന് പറയുന്നത് ഈ ടോപ്പിലെ പോയിന്റ് ആണ്. ഓക്കെ, ആ അപ്പെക്സിൽ നിന്ന് താഴേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു ഹൈറ്റ് വരും. ഓക്കെ, അതാണ് നമ്മുടെ എന്ത്? ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. ഹൈറ്റ് ഓഫ് പിരമിഡ്. ഓക്കെ, അതെ, ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, h എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണെന്ന് പറഞ്ഞു. ട്രയാങ്കിളുടെ ഈ സൈഡിൽ, ഈ ട്രയാങ്കിളുടെ സെന്ററിലൂടെ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു? സ്ലാൻഡ് ഹൈറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ ഈ താഴെയുള്ള സൈഡ് എന്താണെന്ന് പറഞ്ഞു? A ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. 90 ഡിഗ്രി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹൈറ്റ് പോയി വീഴുന്നത് അല്ലെങ്കിൽ പതിയുന്നത്. അപ്പോൾ ആ 90 ഡിഗ്രി ആകുന്ന ഈ ഒരു ഭാഗത്തെ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ആ 90 ഡിഗ്രി ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് L, ഇത് H, അടിയിലെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസ് ഏരിയയുടെ ഹാഫ് ആണ്. അപ്പൊ A/2 എന്ന് വരും. A/2 90 ഡിഗ്രി ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ എന്ത് പറയാം? പൈതഗോറസ് തിയറം പറയാം അല്ലെ? പൈതഗോറസ് തിയറം അനുസരിച്ച് എന്താ? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ L² ഇസ് ഈക്വൽ ടു ബേസ് ഏതാ? A/2 ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അതാണ് L² ഇസ് ഈക്വൽ ടു h² പ്ലസ് A/2² എന്ന് പറഞ്ഞ് അവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ സ്ലാൻഡ് ഹൈറ്റ് പിന്നെ ഈ ട്രയാങ്കിളിന്റെ സൈഡ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിന്റെ സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ട്രയാങ്കിളിന്റെ സെന്ററിലൂടെ എന്ത് പോകുന്നുണ്ട്? സ്ലാൻഡ് ഹൈറ്റ് പോകുന്നുണ്ട്. ഈ താഴെയുള്ള ഈ ഭാഗം എന്തായിരുന്നു? നമ്മുടെ A ആയിരുന്നു. ഇത് മൊത്തത്തിൽ എന്തായി? A ആയി. ഓക്കെ, ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഈ ട്രയാങ്കിൾ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ഐസോസിലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ആയിരിക്കും. അപ്പൊ ഒബ്വിയസ്ലി ഈ രണ്ട് സൈഡുകളും എന്താവും? ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളുടെ ഈ ഭാഗം എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിന്റെ എഡ്ജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. സ്ക്വയർ പിരമിഡിന്റെ എഡ്ജ് ആയിട്ട്. അപ്പോൾ ഇവിടെയും 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ഹൈറ്റ് തന്നെയായിരുന്നു. സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ള കാരണം ആ ട്രയാങ്കിൾ ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ട്രയാങ്കിളുടെ ഹൈറ്റ് ആണ്, പക്ഷേ ട്രയാങ്കിൾ ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് വിളിക്കും. പിന്നെ ട്രയാങ്കിളിന്റെ ഈ ചെരിഞ്ഞ ഭാഗത്തിന് നമ്മൾ എഡ്ജ് എന്ന് വിളിക്കും. അടിയിലുള്ള ഭാഗം A ആണ്. അവിടെയും പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് E ആണ്. ഓക്കെ, E² ഇസ് ഈക്വൽ ടു
ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് എൽ സ്ക്വയർ പ്ലസ് ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എയുടെ പകുതി a/2 ആണ് അവിടുത്തെ ബേസ്. അപ്പൊ a/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 സ്ക്വയർ. അതാണ് മേളിൽ കൊടുത്തേക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നിങ്ങൾ ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത് കൂടുതൽ പ്രോബ്ലംസിൽ വരാറുള്ളത്. മൂന്നാമത്തെ ഇക്വേഷൻ അധികം പ്രോബ്ലംസിൽ വരാറില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ ട്രയാങ്കിളും കൂടി അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് 3 ട്രയാങ്കിൾ എക്സാക്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അയ്യോടാ, ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിൽ ഇവിടെ നിന്ന് നമുക്ക് ഹൈറ്റ് വരച്ചു. ഇത് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, സ്ലാൻഡ് ഹൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി പോകുന്ന ഡാർക്ക് ലൈൻ അതാണ് നമ്മുടെ എഡ്ജ്. ഓക്കെ, ഇത് എഡ്ജ്, ഇത് സ്ലാൻഡ് ഹൈറ്റ്, ഇത് ഹൈറ്റ്. ഇവിടെയും 90 ഡിഗ്രിയാണ്, ഇവിടെയും 90 ഡിഗ്രിയാണ്. ഇത് ഇങ്ങനെ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ കിട്ടും, ഇങ്ങനെ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ കിട്ടും. അതുകൂടാതെ ഈ ഹൈറ്റും എഡ്ജും തമ്മിലും ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി കാണിച്ചു തരാം. ഇത് നമ്മുടെ ഹൈറ്റ്, ഇത് നമ്മുടെ എഡ്ജ്. ഓക്കെ, ഇതിങ്ങനെ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിന്റെ ഡയഗണലായി മാറും. സ്ക്വയറിന്റെ എന്ത് സാധനമാണത്? ഡയഗണൽ. ഇത് ഹൈറ്റ്, ഇത് നമ്മുടെ എഡ്ജ്. ഇവിടെയും 90 ഡിഗ്രി തന്നെയാണ് ഹൈറ്റ് മേക്ക് ചെയ്യുന്നത്. ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിട്ടായിരിക്കും അതായുള്ള ബേസുമായിട്ട് ഉണ്ടാകുന്നത്. സോ ഡയഗണലുമായിട്ട് ഈ ട്രയാങ്കിൾ എന്ത് ചെയ്തു? എഡ്ജ് ഹൈപ്പോട്ടിന്യൂസ് ആയി, ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് ആയി, ഡയഗണൽ എന്തായി? ബേസ് ആയി മാറി. ഡയഗണലിന്റെ പകുതിയുള്ളൂ. അപ്പോൾ d/2. ഓക്കെ, ഇതും പൈതഗോറസ് തിയറം ഇക്വേഷൻ എഴുതണമെങ്കിൽ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ ഇക്വേഷൻ നിങ്ങൾ നോർമലി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യം വരാറില്ല. എന്നിരുന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇനി പാറ്റേൺ മാറുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് മനസ്സിലാക്കുക. അതുകൂടാതെ അത് ചെയ്ത് കഴിഞ്ഞ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ലാറ്ററൽ സർഫസ് ഏരിയയോ ടോട്ടൽ സർഫസ് ഏരിയയോ വോളിയമോ ചെയ്യാൻ. അപ്പോൾ എന്താണോ ചോദ്യം ചോദിച്ചേക്കുന്നത് അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യാൻ? തീരുമാനിക്കാൻ. അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഫെമിലിയർ ആയി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഗറിനെ കുറിച്ച് നോക്കാം. നെക്സ്റ്റ് സോളിഡ് പഠിക്കാനുള്ളത് കോണിനെ കുറിച്ചാണ്. കോൺ ഏകദേശം സ്ക്വയർ പിരമിഡ് പോലെ തന്നെയാണ്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ പിരമിഡിന് താഴെയുള്ള ബേസ് സ്ക്വയർ ആയിരുന്നു, കോണിന് താഴെയുള്ള ബേസ് സർക്കിൾ ആണ്. അത് മാത്രമാണ് അതിലെ വ്യത്യാസം. സർക്കിൾ ആവുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? സ്ക്വയർ ആയിരുന്നതുകൊണ്ട് സ്ക്വയറിന് 4 മൂലകളുണ്ട്. ആ മൂലകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന് എഡ്ജ് വരും. ഓക്കെ, ഇതിന് എഡ്ജ് ഇല്ല. കാരണം സർക്കിളിന് എന്തില്ല? വെർട്ടിസസുകളൊന്നുമില്ല. സർക്കിൾ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന പോകുന്ന ഒരു ഫിഗറാണ്. സോ അതിന്റെ മേളിലേക്കുള്ള ഫിഗറിൽ ഒരു എഡ്ജും വരാതെ തന്നെ കർവ്ഡ് ആയിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അതുകൊണ്ട് ലാറ്ററൽ സർഫസ് ഏരിയ അല്ല, പകരം കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും ഒബ്വിയസ്ലി ഉദ്ദേശിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ലാറ്ററൽ സർഫസ് ഏരിയയിൽ എഡ്ജ് ഉണ്ടാവും, കർവ്ഡ് സർഫസ് ഏരിയയിൽ എഡ്ജ് ഉണ്ടാവില്ല. അത് മാത്രമാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇതിലും നമുക്ക് ഈ ഫിഗറിലും നമുക്ക് എന്തുണ്ട്? ഒരു പൈതഗോറസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടിയിലുള്ള ബേസ് ആയിട്ടുള്ള സർക്കിളാണ്. ആ സർക്കിളിന് ഒബ്വിയസ്ലി എന്തുണ്ടാവും? ഒരു റേഡിയസ് ഉണ്ടാവും അല്ലെ. പിന്നെ ഇതാണ് നമ്മുടെ അപ്പെക്സ്. അപ്പെക്സിൽ നിന്ന് നേരെ താഴേക്ക് വരക്കുന്നത് നമ്മുടെ എന്താ? ഹൈറ്റ് ഓഫ് ദ കോൺ ആണ്. പിന്നെ ചെരിച്ചു വരച്ചിരിക്കുന്ന ഹൈറ്റിനെ നമ്മൾ എന്താണ് നേരത്തെ വിളിച്ചത്? സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് വിളിച്ചത്. സോ ഇതും 90 ഡിഗ്രി ട്രയാങ്കിൾ ആക്കി എടുക്കണമെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ L ആണ്. സോ L സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് H സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ കോണിന്റെ കേസിൽ ആകെയുള്ള ഒരു ബേസിക് ഇക്വേഷൻ.
അതുകൂടാതെ പിന്നെ പഠിക്കേണ്ട കാര്യം എന്താ, CSAയും അതിന്റെ TSAയും പിന്നെ വോളിയം. ഓക്കെ, അതും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്നാണ് ഇക്വേഷൻ. നോർമൽ ഇക്വേഷൻ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. CSA ആണെങ്കിലും ലാറ്ററൽ സർഫസ് ഏരിയ ആണെങ്കിലും പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പക്ഷെ കോണിന്റെ കേസിൽ അങ്ങനെ ഒരു പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഒരു ഇത് വരുന്നില്ല. പകരം പെരിമീറ്ററിന്റെ പകുതിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണിന്റെ കേസിൽ പെരിമീറ്ററിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ എന്താ 2πr ആണ് പെരിമീറ്റർ. കാരണം താഴെ ഉള്ളത് എന്തായിരുന്നു, നമ്മുടെ ഒരു സർക്കിൾ ആയിരുന്നു. ബേസ് ഏരിയ എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. അപ്പൊ ആ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2πr ആണ്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും, ഡിവൈഡഡ് ബൈ 2 കട്ടായിട്ട് πr എന്ന് പറയുന്ന ഒരു സാധനം വരും കർവ്ഡ് സർഫസ് ഏരിയയിൽ. ഓക്കെ, ആ πr ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണിന്റെ കേസിൽ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സൈഡിലുള്ള സ്ലാൻഡ് ഹൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ πr ഇൻറ്റു L എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ CSAക്ക് വരും. πr ഇൻറ്റു L. നേരത്തെ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 2A പഠിച്ചില്ലേ, അതിലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് പെരിമീറ്റർ ഇൻറ്റു L എന്നുള്ള പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. കാരണം താഴെ ഉണ്ടായിരുന്നത് ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താ 4A എന്നാണ് സ്ക്വയറിന്റെ പെരിമീറ്റർ. അപ്പൊ അതിന്റെ പകുതി പറയുമ്പോൾ എന്ത് വരും, by 2. അപ്പൊ 2A എന്നായി, 2A എന്നായി. അതിനെയും നമുക്ക് എന്ത് എടുക്കാം, 2AL എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ പെരിമീറ്ററിന്റെ പകുതി ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. CSA എന്ന് പറയുന്നത് എന്ത് കിട്ടി, πr L എന്ന് കിട്ടി. ഇനി കോണിന്റെ കേസിൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയയും കൂടി അറിയണം അല്ലെ. ടോട്ടൽ സർഫസ് ഏരിയ അറിയണമെങ്കിൽ ആദ്യം ഇതിന്റെ ബേസ് ഏരിയനെ കുറിച്ച് അറിയണം. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ താഴെ എന്ത് സാധനമാണ്, ഇതിന് ഒരു സർക്കിളാണ്. സർക്കിളിന്റെ ബേസ് ഏരിയ, സർക്കിളിന്റെ ഏരിയ എന്താ πr സ്ക്വയർ എന്നാണ് സർക്കിളിന്റെ ഏരിയ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ എന്ത് വരും, πr സ്ക്വയർ പ്ലസ് πrl. ഇവിടെ രണ്ട് സ്ഥലത്തും പൈയും ആറും കോമൺ ആണ് അല്ലെ. പൈയും ആറും എന്താ കോമൺ ആണ്. അപ്പൊ പൈയും ആറും ഞാൻ കോമൺ ആയി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബാലൻസ് ഒരു ആറും കൂടി ഉണ്ട്. അപ്പൊ 6 സെന്ററിൽ പ്ലസ് ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നത് L. അപ്പൊ πr ഇൻറ്റു r പ്ലസ് L എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ടോട്ടൽ സർഫസ് ഏരിയക്ക് കിട്ടും. നിങ്ങൾക്ക് ഇത് പഠിക്കുന്നത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ബേസ് ഏരിയയും CSAയും പഠിച്ച് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് വെച്ചാലും ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് ലാസ്റ്റ് വോളിയം ആണ് വരുന്നത്, അതിന്റെ വോളിയം. ഓക്കെ, വോളിയത്തിന് ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു തന്നായിരുന്നു. എന്താ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഏരിയ എന്താണ്, സർക്കിളിന്റെ ഏരിയ. സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും ഇവിടെ, ഒബിയസ്ലി πr സ്ക്വയർ h എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് വോളിയത്തിന്റെ ഇക്വേഷൻ πr സ്ക്വയർ h എന്ന് പറയും. ഇനി നമുക്ക് നെക്സ്റ്റ് സോളിഡിലേക്ക് പോകാം. ഇനി രണ്ട് സോളിഡ് കൂടി ഉണ്ട്. നെക്സ്റ്റ് സോളിഡ് എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഫിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഫുട്ബോൾ ഷേപ്പ് അല്ലെങ്കിൽ വേറെന്താ ഗ്ലോബ്, എർത്തിന്റെ ഷേപ്പ്, ഇതെല്ലാം എന്താ സ്ഫിയറിന്റെ ഷേപ്പുകളാണ്. അപ്പോൾ സ്ഫിയറിന്റെ ഷേപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എഡ്ജോ അല്ലെങ്കിൽ ഹൈറ്റോ അങ്ങനെയുള്ള ഒന്നുമില്ല. സ്ഫിയറിന് ഏത് ഭാഗത്തേക്ക് നോക്കണമെങ്കിലും അത് റേഡിയസ് മാത്രമേ അതിനുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഹൈറ്റ് ആണെങ്കിലും എല്ലാം റേഡിയസുകൾ തന്നെയാണ്. അപ്പോൾ ഇതിന് കർവ്ഡ് സർഫസും ടോട്ടൽ സർഫസും എല്ലാം ഒന്ന് തന്നെയാണ്. കർവ്ഡ് സർഫസ് ആണെങ്കിലും ടോട്ടൽ സർഫസ് ആണെങ്കിലും എല്ലാം എന്താണ്, ഒന്നാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും അത് കർവായിട്ട് നിൽക്കണം. അപ്പോൾ അത് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പൊ 4 ഭാഗത്തേക്കും അതെന്താ, ഇപ്പൊ നമ്മളൊരു മറ്റേ XY ആക്സിസ് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന്റെ 4 ഭാഗമുണ്ട് അല്ലെ. അതേപോലെ തന്നെ കർവിന്റെ ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും 4 ഭാഗത്തു നിന്ന് നോക്കിയാലും അതെന്താണ്, സർക്കിളായിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാകുള്ളൂ. അങ്ങനെയാണ് 4πr 4 സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 4πr സ്ക്വയർ.
4πr² എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത് 4πr². ഇനി അടുത്ത കേസ് വോളിയം പറയുകയാണെങ്കിൽ വോളിയത്തിന് ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു തന്നായിരുന്നു, ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 1/3 കൺസിഡർ ചെയ്യാം. അതൊക്കെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തന്നെയാണ്. 1/3 കൂടി ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, 1/3 ഇൻറ്റു ഏരിയ എത്രയായിരുന്നു ഇവിടെ 4πr² ആയിരുന്നു, ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും റേഡിയസ് മാത്രമേ ഇതിനുള്ളൂ, ആ ഒരു 6 കൂടി വരും ഇവിടെ. അപ്പൊ 4 × 1/3 എന്ന് പറയുമ്പോൾ 4/3 പൈ r² 6 കൂടി ഇതാവുമ്പോൾ എന്താവും r³ ആവും. അപ്പൊ വോളിയം എന്ന് പറയുന്നത് എന്തായി 4/3 πr³ ആയി. ഓക്കെ, പഠിക്കാനുള്ള എളുപ്പത്തിൽ പറഞ്ഞു തന്നെയാണ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതിനകത്ത് ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസ് തന്നെയാണ്. ഇനി നെക്സ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ ഹെമിസ്ഫിയർ എടുക്കുകയാണെങ്കിൽ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ് ആയിട്ടുള്ള സ്ഫിയറിന്റെ ഹാഫിനെയാണ് എന്ത് പറയുന്നത് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ നമ്മൾ നേരത്തെ CSA അല്ലെങ്കിൽ TSA എത്രയാണെന്ന് പഠിച്ച് 4πr² ആണെന്ന് പഠിച്ചായിരുന്നു, ആരുടെ സ്ഫിയറിന്റെ, അല്ലെ? ആ സ്ഫിയറിന്റെ പകുതി എന്ന് പറയുമ്പോൾ 4ന്റെ പകുതി എത്രയാണ്, 2ആണ്, അല്ലെ? അപ്പോ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് എന്ത് വരും, 2πr² വരും. മനസ്സിലായ? 4ന്റെ പകുതി, കാരണം ഹെമിസ്ഫിയർ നമ്മൾ എന്ത് ചെയ്യണതാണ്, സ്ഫിയറിന്റെ പകുതി ആക്കി എടുക്കണതാണ്. സോ 2πr² വന്നു. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് ഏരിയയും എന്തും കൂടി എടുക്കണം, കർവ്ഡ് സർഫസ് ഏരിയയും കൂടി എടുക്കണം. കാരണം ഇതിനൊരു ബേസും കൂടി ഉണ്ട്, ഒരു സർക്കുലാർ ഷേപ്പും കൂടി ഉണ്ട്. കേട്ടോ, ഈ ഒരു സർക്കുലാർ ഷേപ്പും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ സർഫസ് ഏരിയയിൽ കൺസിഡർ ചെയ്യണം. ആ സർക്കുലാർ ഷേപ്പ് ആയതുകൊണ്ട് അതിന്റെ ഏരിയ πr². ഇവിടെ πr², ബേസ് ഏരിയ πr², കർവ്ഡ് സർഫസ് ഏരിയ 2πr². ഒരു πr² 2πr² ഒന്നും രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താവും, ഒബിയസ്ലി അത് 3 ആവും. സോ 3πr² എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ടോട്ടൽ സർഫസ് ഏരിയ വന്നു. അതാണ് ടോട്ടൽ സർഫസ് ഏരിയ ഇക്വേഷൻ 3πr² ആയത്. ഇനി നമുക്ക് വോളിയം നോക്കാം. വോളിയത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ എന്ത് പറയാം, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 1/3 AH ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/3 ഇൻറ്റു ഏരിയ നമ്മൾ എന്താക്കി എടുത്ത കർവ്ഡ് സർഫസ് ഏരിയയുടെ ഏരിയ 2πr² ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസ് തന്നെ. അപ്പൊ എന്ത് വരും, 2 × 1/3 2/3 പൈ r² ഇൻറ്റു r എന്ന് പറയുമ്പോൾ എന്ത് വരും, r³ വരും. അങ്ങനെയാണ് വോളിയം എന്താകുന്നത് 2/3 πr³ ആകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഇക്വേഷൻസ് പഠിക്കാനുള്ള എളുപ്പ വഴിയിൽ ചെറിയ ചെറിയ കോൺസെപ്റ്റുകളോ അല്ലെങ്കിൽ ചെറിയ ടെക്നിക്സുകളോ വെച്ച് പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ ഇക്വേഷനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസിനെ കുറിച്ച്, ആപ്ലിക്കേഷൻസുകളെ കുറിച്ചും പിന്നെ അതെങ്ങനെ പ്രോബ്ലംസിലേക്ക് വരുന്നുണ്ടെന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.